ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കപ്പ കൊണ്ടുള്ളൊരു ലഡുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പയും കോക്കനട്ടും റവയും പാലും ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇന്നത്തെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാലോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു കഷ്ണം, നമ്മുടെ ഒരു വലിയ കപ്പയുടെ പകുതി കഷ്ണം കപ്പ ഞാൻ അതിൻ്റെ നാരും ഇതൊക്കെ കളഞ്ഞ് നല്ല കഷ്ണം വേവിച്ചെടുത്താണ്, ഉപ്പില്ലാതെ വേവിച്ചെടുത്ത കഷ്ണം. പിന്നെ അതിലേക്ക് നമുക്ക് 2 കപ്പ് പാല് വേണം, കുറച്ച് തേങ്ങ വേണം. തേങ്ങ ഞാൻ 2 തരത്തിലെടുത്തത്. ഇത് നമ്മൾ തേങ്ങ ചിരകുമ്പോൾ അടിവശത്തെ ഒരു പോർഷനാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചിരകി എടുക്കില്ലേ, ഇതിൻ്റെ തേങ്ങയുടെ അടിയൊന്നും പെടാത്ത നല്ല വൈറ്റ് കളറിലാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ, പിന്നെ കുറച്ച് പൊടിച്ച പഞ്ചസാര, 1 ഗ്ലാസ് പിന്നെ പൊടിക്കാത്തത്, പിന്നെ 1 ഗ്ലാസ് റവ. ഇത്രയാണ് വേണ്ടത്. പിന്നെ കുറച്ച് നെയ്യ് വേണം. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഓരോന്നായിട്ട് ചേർക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റൗവിലേക്ക് പോകാം. ഓക്കെ, നമ്മൾക്ക് ആദ്യം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മുടെ കളറുള്ള തേങ്ങ ഇതിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം, അതിൻ്റെ ഒരു പച്ചമണം പോകാൻ. മതിയാവും. ഇനി ഇത് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, അതൊന്ന് കളർ മാറുമ്പോഴത്തേക്ക് നമ്മുടെ മുന്തിരിയും ചേർത്ത് കൊടുക്കാം. മതിയാവും, നമുക്കിത് മാറ്റാം. ഇനി നമ്മൾ അതെടുത്ത് ബാക്കി നെയ്യിലേക്ക് നമ്മൾ 1 ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ റവയുടെ ഒരു പച്ചമണം മാറിയാൽ മതി. അല്ലാതെ നല്ലപോലെ വറുത്ത് എടുക്കേണ്ട, ഫ്രൈ ആവേണ്ട ഇതൊന്നും വേണ്ട. നമുക്കൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. മതിയാവും. 1 കപ്പ് റവയ്ക്ക് ഞാൻ 2 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആ തേങ്ങ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മുടെ റവയും പാലും ഒന്ന് നല്ലപോലെ വെന്ത് കുറുകി ടൈറ്റായിട്ട് വരണം. ഫ്ലെയിം ഫുള്ളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. തീ കുറച്ച് കൊടുക്കുകയൊന്നും വേണ്ട.
ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഇതെല്ലാം കൂടി മിക്സ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ റവയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു രീതിയിൽ നമ്മൾ റവയും പാലും പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടി. ഇനി നമുക്കിതൊന്ന് അല്പം നമ്മൾ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കണമല്ലോ. അപ്പോൾ ഇതൊന്ന് ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പയൊന്ന് മിക്സിയിൽ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ചൂടാറുമ്പോഴേക്കും അത് ചെയ്യാം. നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ കപ്പ ഞാനൊരു ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, പകുതിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഉടച്ചെടുത്തിട്ട് അതിൻ്റെ ബാക്കി ഇതും കൂടെ ചേർത്ത് ഉടച്ചെടുക്കാം. ഓക്കെ, ഇതുപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ ആക്കിയിട്ട് എടുക്കാം. അപ്പം നമ്മുടെ റവയുടെ കൂട്ടിലേക്ക് നമ്മൾ കപ്പ മിക്സ് ചെയ്ത് ഉടച്ചെടുത്തത് ചേർത്തിട്ട് ഞാനിത് നല്ലപോലെയും കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അല്പം മുന്തിരിയും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. കയ്യിൽ ചെറുതായിട്ടൊരു ഒട്ടലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊരല്പം നെയ്യോ വെളിച്ചെണ്ണ വേണ്ട, നെയ്യ് തടവുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മളെ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ഒത്തിരി ഹെൽത്തി ആയിട്ടിരിക്കാൻ നെയ്യല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കൊരല്പം നെയ്യ് കയ്യിലാക്കിയിട്ട് ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ലഡുവിൻ്റെയൊക്കെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കണം. കപ്പയും റവയും എല്ലാം കൂടി നല്ലപോലെ നല്ല 50-50 ആയിട്ട് നല്ല മിക്സായിട്ട് കിട്ടണം. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ കുഴച്ചെടുക്കുക. ചൂടൊക്കെ ആറി, ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അധികം മധുരം നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കപ്പ ലഡു ഉരുട്ടിയെടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ കയ്യിൽ ഒരൽപ്പം നെയ്യ് പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുക്കാം. നമ്മൾ ഉരുട്ടിയെടുത്ത നമ്മുടെ ലഡു നമ്മൾ തേങ്ങയിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. കണ്ടല്ലോ, നമുക്കിനി ഇത് നമ്മുടെ എല്ലാം മിക്സ് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ലഡു ഇത് നമുക്ക് ഈ കോക്കനട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ കപ്പ ലഡു ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ കമൻറ്റ് ഒന്ന് എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്